ആകാശത്തൂടെ പോകുന്ന ജെറ്റ് വിമാനത്തിന്റെ പുറകിൽ വെളുത്ത വരകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ് ആ വെളുത്ത വരകൾ? വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന പുകയാണോ അത്? എന്നാൽ അത് എന്തുകൊണ്ടാണ് മറ്റുള്ള പ്ലെയിനുകളിലോ ഹെലികോപ്റ്ററിലോ നിന്ന് വരാത്തത്? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. വിമാനങ്ങളിൽ രണ്ടു തരം എഞ്ചിനുകളാണ് സാധാരണമായി കാണുന്നത്. ഒന്ന് പിസ്റ്റൺ എഞ്ചിനും രണ്ട് ജെറ്റ് എഞ്ചിൻ. 10,000 അടി ഉയരത്തിലോ അതിനു താഴെയോ ആണ് പിസ്റ്റൺ എഞ്ചിനുള്ള പ്ലെയിനുകൾ സാധാരണമായി പറക്കുന്നത്. എന്നാൽ ഒരു ജെറ്റ് എഞ്ചിനുള്ള പ്ലെയിന് 26,000 അതിനു മുകളിലോ ഉയർന്നായിരിക്കും പറക്കാറ്. ഈ ഉയർന്ന പ്രതലത്തിന്റെ താപനില -40°C to 50°C ആയിരിക്കും. അത്രയും തണുത്ത പ്രതലത്തിലൂടെയാണ് ജെറ്റ് വിമാനങ്ങൾ പറക്കുന്നത്. ജെറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്ന ഓക്സൈഡ്സ്, നൈട്രേറ്റ്സ്, മെറ്റൽ പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഒക്കെ ഒപ്പം വാട്ടർ വേപ്പേഴ്സും പുറത്തു വരുന്നു. ഈ ജലത്തിൻ്റെ അംശമുള്ള വാട്ടർ വേപ്പർ അന്തരീക്ഷത്തേക്ക് പുറന്തള്ളുന്നു. അത്രയും മൈനസ് താപനിലയിലുള്ള അന്തരീക്ഷത്തിലേക്ക് വരുന്ന വാട്ടർ വേപ്പേഴ്സ് കട്ട പിടിക്കുന്നു. അവ ഐസിൻ്റെ ചെറു കണങ്ങളായി മാറുന്നു. ദൂരെ നിന്ന് നോക്കുന്ന നമുക്ക് അത് പുകയായി കാണപ്പെടുന്നു. ഈ ഫിനോമിനയുടെ മറ്റൊരു ലളിതമായ ഉദാഹരണമാണ് തണുപ്പുള്ള ദിവസം രാവിലെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഊതുമ്പോൾ വായിൽ നിന്ന് വരുന്ന പുക. ജെറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്ന വെളുത്ത പുകയെ നമ്മൾ കോൺട്രെയിൽസ് എന്ന് വിളിക്കുന്നു, അഥവാ കണ്ടൻസേഷൻ ട്രയൽസ്. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് മറ്റു വിമാനങ്ങളിൽ വരാത്തത്? കാരണം അവ താഴ്ന്നാണ് പറക്കുന്നത് എന്നുകൊണ്ടതാണ്. അന്തരീക്ഷ താപനില കൂടിയ സ്ഥലത്ത് കോൺട്രെയിൽസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ എയർ ഷോയിലും മറ്റും പോകുമ്പോൾ കളർഫുള്ളായിട്ട് നാം കാണുന്ന പുക കൃത്രിമമായി കെമിക്കൽസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നും കൂടി മനസ്സിലാക്കുക. മറ്റൊരു ഉപകാരപ്പെടുന്ന ടോപ്പിക്കുമായി പിന്നൊരു ദിവസം കാണാം. നമസ്കാരം.